ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർ ബഹൂട്ടിയാം എന്ന കഹാനിയാണ്. ഈ കഹാനിയിൽ നമ്മൾ പഠിച്ചത് ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത് മഴ പെയ്തതിന് ശേഷം പ്രകൃതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, മാറ്റങ്ങളാണ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ചത് മഴ പെയ്തതിന് ശേഷം ആ നനഞ്ഞ മണ്ണിലൂടെ രക്തത്തുള്ളികളെ പോലെ ഇഴഞ്ഞു നടക്കുന്ന ബീർ ബഹൂട്ടിയാം, മലയാളത്തിൽ ഇന്ദ്രഗോപങ്ങൾ. ഈ ഇന്ദ്രഗോപങ്ങൾ ഇഴഞ്ഞു നടക്കുന്നതും സാഹിൽ, ബേള എന്നീ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി ഈ ഇന്ദ്രഗോപങ്ങളെ തിരയുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ പഠിച്ചത്. ഇനിയുള്ള പാരഗ്രാഫുകളിൽ നമ്മൾ പഠിക്കുന്നത്, മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുന്നത് 1981 വർഷം രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ഫുലേര എന്ന തിരക്ക് പിടിച്ച ജംഗ്ഷൻ. യാത്രാ വാഹനങ്ങളാലും ചരക്ക് വണ്ടികളാലും അതുപോലെ വഴിയോര കച്ചവടക്കാരുടെ മാധുര്യമാർന്ന മണിയടി ശബ്ദങ്ങളാലും അതുപോലെ കഴുത കുളമ്പടികളാലും മുഖരിതമായ ഒരു തിരക്ക് പിടിച്ച ടൗണിലൂടെ ബേള, സാഹിൽ എന്നീ രണ്ട് കൊച്ചുകുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വഴി കടയിൽ കയറുന്നതും ഡ്രോപ്പർ ഉപയോഗിച്ച് കച്ചവടക്കാരൻ മഷി നിറച്ചു കൊടുക്കുന്ന രംഗങ്ങളുമാണ് മൂന്നാമത്തെ പാരഗ്രാഫിൽ ഉള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫ് പഠിപ്പിക്കുമ്പോൾ നല്ലതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. മലയാളം മീനിങ് മനസ്സിലാക്കി, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മലയാളം മീനിങ് മനസ്സിലാക്കി ഹിന്ദി സെൻറ്റൻസുകൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പാരഗ്രാഫുമായിട്ട് തിരക്കഥ ചോദിച്ചാലും സമയം എഴുതാൻ കഴിയും. രാവിലെ 9 ബജെ നിങ്ങൾക്ക് എഴുതാം, 9 മണി സമയം എഴുതാം. കഥാപാത്രങ്ങൾ, അതുപോലെ സന്ദർഭം, കുട്ടികൾ പേനയിൽ മഷി നിറയ്ക്കാൻ പോകുന്ന സന്ദർഭം എഴുതാം. തിരക്ക് പിടിച്ച ടൗണിനെ കുറിച്ച് എഴുതാം. അതുപോലെ അതിലെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ആരൊക്കെയായിരിക്കും? അപ്പോൾ ബേളയുണ്ട്, സാഹിൽ, അതുപോലെ ദൂക്കാൻദാർ കടക്കാരൻ, പിന്നെ അവർ തങ്ങളിലുള്ള സംഭാഷണങ്ങൾ. ഇത് ഒരു പട്കഥാ രൂപത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ ആ മലയാളം മീനിങ്, ആ കഥയും ഓർമ്മ വേണം. ഹിന്ദി സെൻറ്റൻസുകൾ, അതിലുള്ള വേർഡുകൾ നിങ്ങൾ നല്ലതുപോലെ വായിച്ച് പഠിക്കുക. അവിടെ എന്താണെന്ന് നോക്കാം, നമുക്ക് പാരഗ്രാഫ് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഞാൻ ഓരോ വേർഡും വായിക്കുമ്പോൾ നിങ്ങൾ ആ വേർഡിൽ ടച്ച് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക. മലയാളം മീനിങ് മനസ്സിലാക്കി ഹിന്ദി വേർഡ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, പേജ് നമ്പർ 8 ലാസ്റ്റ്. बेला देखो इस बीर बहूटी का रिंग तुम्हारे रिबन के जैसा लाल है, साहिल ने कहा. बेला देखो നോക്കൂ, इस बीर बहूटी का रिंग ഈ ബീർ ബഹൂട്ടിയുടെ കളർ, തുമാരെ നിന്റെ, റിബൺ കെ ജൈസ ലാൽ ഹേ റിബണിനെ പോലെ, ലാൽ ഹേ റെഡ് ആണ്, റെഡ് കളറാണ്. സാഹിലിനെ കഹ സാഹിൽ പറഞ്ഞു. കിസ്നെ കഹ ആരാണ് പറഞ്ഞത്? സാഹിലിനെ കഹ. തുമ്നെ കുച്ച് സുന ബേള നീ എന്തെങ്കിലും കേട്ടോ ബേള? ഹാം സുന പഹലി ഖടി ലഗ് ഗയി ഹേ ഹാം സുന അതേ കേട്ടു, പഹലി ഖടി ലഗ് ഗയി ഹേ ആദ്യ ബെല്ല്, ഫസ്റ്റ് ബെല്ല് അടിച്ചു. ലേക്കിൻ മുച്ചെ പൈൻ മേ സ്യാഹി ഫി ഫർവാനി ഹേ ദുക്കാൻ സെ ലേക്കിൻ എന്നാൽ, മുച്ചെ എനിക്ക്, പൈൻ മേം പേനയിൽ, സ്യാഹി ഫി സ്യാഹി മഷി ഇങ്ക്, സ്യാഹി ഫി ഫർവാനി ഹേ നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. ഫർന നിറയുക, ഫർവാന നിറപ്പിക്കുക എന്ന് വെച്ചാൽ പ്രേരണാർത്ഥ ക്രിയയാണ് ഫർവാന. അപ്പോഴേ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. ദൂക്കാൻസെ കഹാംസെ ദൂക്കാൻസെ, ദൂക്കാൻ ഷോപ്പ് കട, കടയിൽ നിന്നും പേനയിൽ മഷി നിറയ്ക്കേണ്ടതായിട്ടുണ്ട്. കിസ്നെ കഹ ബേളാനെ കഹ ആരാണ് പറഞ്ഞത്? ബേള. നെക്സ്റ്റ് പേജ് നമ്പർ 9. ഈ പാരഗ്രാഫിൽ പറയുന്നത് 1981 കാലഘട്ടത്തിൽ രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് ഫുലേര എന്ന തിരക്ക് പിടിച്ച ജംഗ്ഷനും ആ ജംഗ്ഷനിൽ കാണുന്ന കാഴ്ചകളും ആ തിരക്കിനിടയിലൂടെ ബേള, സാഹിൽ എന്നീ കൊച്ചുകുട്ടികൾ കടയിലേക്ക് പേനയിൽ മഷി നിറയ്ക്കാൻ കയറുന്ന രംഗവുമാണ് ഈ പാരഗ്രാഫിലുള്ളത്. അപ്പോൾ ഈ പാരഗ്രാഫ് നല്ല ശ്രദ്ധിച്ചിരിക്കുക. മലയാളം മീനിങ് മനസ്സിലാക്കി സെൻറ്റൻസുകൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. 1981 का साल 1981 വർഷം. രാജസ്ഥാൻ में ജയ്പൂർ के नज़दीक രാജസ്ഥാനിൽ ജയ്പൂർ के नज़दीक ജയ്പൂരിന് സമീപത്തായി സവാരി ഗാഡിയോം അവർ മാൽ ഗാഡിയോം സെ സദാ ഭരാ ഫുലേര ജംഗ്ഷൻ സവാരി ഗാഡിയോം യാത്രാവാഹനങ്ങളും അവർ മാൽ ഗാഡിയോം ചരക്ക് വണ്ടികൾ കൊണ്ടും സദാ ഭരാ ഫുലേര ജംഗ്ഷൻ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യാത്രാവാഹനങ്ങളാലും ചരക്ക് വണ്ടികളാലും തിരക്കാർന്ന ഫുലേര ജംഗ്ഷൻ. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയാം കസ്ബ എന്താണ്? ആ ടൗണിലെ ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയാം ഒട്ടുമിക്കവാറും ശൂന്യമായ ഇടുങ്ങിയ തെരുവുകളാണ്. ആ ജംഗ്ഷനോട് ചേർന്ന് കാണുന്ന തെരുവുകളുടെ കാര്യമാണ് ഇനി പറയുന്നത്. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി ശൂന്യമായ, തങ്ക് ഇടുങ്ങിയ, ഗലിയാം തെരുവുകൾ, സ്ട്രീറ്റ്. ഗലിയോമേങ് ഖാമോസ് ഖഡേ ബിജലി കെ ഖംബേ ആ ശൂന്യമായ തെരുവുകളിൽ
ഗലിയോമേ ഖാമോസ് നിശബ്ദമായി ഖടെ നിൽക്കുന്ന ബിജലി കെ കമ്പെ വൈദ്യുത തൂണുകൾ, കമ്പ തൂണ്, ബിജലി വൈദ്യുത തൂണുകൾ. കമ്പോങ്കെ ബീച്ച് ഖീഞ്ചി താരോങ്കി കതയാരെയും, കമ്പോങ്കെ ബീച്ച് ആ തൂണുകൾക്ക് മധ്യത്തായി ഖീഞ്ചി വലിച്ചിരിക്കുന്ന താരോങ്കി കതാരയും, താർ കമ്പിയുടെ നിര എന്ന് പറഞ്ഞാൽ ആ വൈദ്യുത പോസ്റ്റുകളിൽ കമ്പി വലിച്ച് കെട്ടിയിരിക്കുന്നു. ഇൻ ഗലിയോമേ ജഹാൻ തഹാൻ ദിഖായി പട്ടെ മീഠി കടിയാം ബജാത്തെ ഫേരി വാലേ, ഇൻ ഗലിയോമേം ഈ തെരുവുകളിൽ ജഹാൻ തഹാം അവിടെ എവിടെയായി ദിഖായി പട്ടെ നമുക്ക് കാണാൻ കഴിയും. ആരെയാണ്? മീഠി കടിയാം ബജാത്തെ ഫേരി വാലേ മധുരമായി മണിമുഴക്കിക്കൊണ്ട് നടക്കുന്ന ഫേരി വാലെ വഴിയോര കച്ചവടക്കാർ. ഏക്ക് അന്ധേരീസി ഗലീമേം ചഹ് സാത്ത് ഗതോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേം, ഏക്ക് അന്ധേരീസി ഗലീമേം ഒരു ഇരുട്ട് പിടിച്ച ഒരു ഇരുണ്ട തെരുവിൽ ചഹ് സാത്ത്, ചഹ് 6 സാത്ത് 7 6 ഗതോങ്കി ഖുറോങ്കി ടാപ്പോങ്കി ആവാസേം, ഗത ഡോങ്കി കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം. ഉൻകെ പീച്ചെ ചൽത്ത ഏക്ക് ബദൻ ഉഖാടെ കുംഹാർ, ഉൻകെ പീച്ചെ ചൽത്ത അവർക്ക് പുറകെ നടക്കുന്ന ഏക്ക് ബദൻ ഉഖാടെ കുംഹാർ, ബദൻ എന്താണ്? ബദൻ ശരീരം മറയ്ക്കാത്ത, ഉഖാടെ മറയ്ക്കാത്ത, കുംഹാർ കുശവൻ, ഒരു ശരീരം മറയ്ക്കാത്ത കുശവൻ ഈ 6-7 കഴുതകൾക്ക് പിറകിൽ നടക്കുന്നതായി കാണാം. ഇസി ദൃശ്യക്കെ ബീച്ച് സേ ഇങ്ങനെ തിരക്ക് പിടിച്ച ഈ ദൃശ്യങ്ങളുടെ മധ്യത്തിലൂടെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചേ കടന്നു പോവുക, ഗുസർത്തെ ഹുയെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദോ സ്കൂളി ബച്ചേ 2 സ്കൂൾ കുട്ടികൾ, ബേള അവർ സാഹിൽ, അവരാരൊക്കെയാണ്? ബേളയും സാഹിലും. ഉൻ ദിനവും പൈൻമേം 5 പൈസമേം നീലി സ്യാഹി പരി ജാത്തീതേ, ഉൻ ദിനവും ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1981 വർഷങ്ങളിൽ ആ കാലയളവിൽ പൈൻമേം പേനയിൽ 5 പൈസമേം 5 പൈസയ്ക്ക് നീലി സ്യാഹി പരി ജാത്തീതി നീല കളറിലുള്ള മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पाइन में स्याही भरते थे, സ്റ്റേഷനറി की दुकान वाले ആ സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പൈൻമേം പേനയിൽ സ്യാഹി ഭർത്തേതെ പേനയിൽ മഷി നിറച്ച് കൊടുക്കുമായിരുന്നു. ബേളയും സാഹിലും ദൂക്കാൻദാർ കടക്കാരനും തങ്ങളുള്ള സംഭാഷണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പൈൻമേം കുച്ച് സ്യാഹി ബെജീതി ഉസേ സാഹിലിനെ സെമീൻ പർ ചിടക്ക് ദിയ, പൈൻമേം പേനയിൽ കുച്ച് സ്യാഹി ബെജീതി കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ഉസേ അത് സാഹിൽ സെമീൻ പർ ചിടക്ക് ദിയ തറയിൽ തൂവിക്കളഞ്ഞു. നൈ സ്യാഹി ഫർവാനെ കേലിയെ ദോനോ ദൂക്കാൻ പർ പഹുഞ്ചെ, പുതിയ മഷി ഫർവാനെ കേലിയെ നിറപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും ദൂക്കാൻ പർ പഹുഞ്ചെ കടയിൽ പ്രവേശിച്ചു. ഏക്ക് പൈൻ സ്യാഹി ഫർദോ ഒരു പേന മഷി നിറച്ചു തരൂ. സാഹിൽ സെ പഹ്ലേഹി ബേളാനെ ദൂക്കാൻ വാലെ സെ കഹ, സാഹിൽ സെ പഹ്ലേഹി സാഹിലിനേക്കാൾ മുന്നേ ബേളാനെ ദൂക്കാൻദാർ സെ കഹ, ബേള ദൂക്കാൻദാറിനോട് പറഞ്ഞു. ഇവിടെ എല്ലാം കാരകചിഹ്നങ്ങൾ വരുന്നുണ്ട്. കാരകചിഹ്നങ്ങളുടെ മീനിങ് മനസ്സിലാക്കി പഠിക്കുക. നേക്കോസെ കാക്കേക്ക് മെയിൻ പെർ കേലിയാണ് കാരകങ്ങൾ. ഇതിന് ഓരോന്നിനും മലയാളം മീനിങ്ങുകളുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കുക. ബേട്ട സ്യാഹി കി ബോതൽ അഭി ഖാലി ഹോ ഗയി ഹേ, ബേട്ട മോനെ സ്യാഹി കി ബോതൽ മഷിക്കുപ്പി അഭി ഇപ്പോഴങ്ങോട്ട് ഖാലി ഹോ ഗയി ഹേ തീർന്നതേ ഉള്ളൂ. അബുത്തോ കൽഹി മിൽ പായേഗി ഇനി നാളെയെ കിട്ടാൻ തരമുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പൈൻമേം ജോ സ്യാഹി തി ഉസേ ഭി സമീൻ പർ ചിടക്ക് ദിയ, എന്നാൽ ഇസ്നെ ഇവൻ തോ പൈൻമേം ഇവനാണെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. ഇവനാണെങ്കിൽ പൈൻമേം ജോ സ്യാഹി തി പേനയിൽ മഷി ഉണ്ടായിരുന്നത് ഉസേഫി സമീൻ പർ ചിടക്ക് ദിയ അതും തറയിൽ ഒഴിച്ചു കളഞ്ഞു. ബേള പറയുന്ന സംഭാഷണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഫസ്റ്റ് സംഭാഷണം തുടങ്ങുന്നത് ഏക്ക് പൈൻ സ്യാഹി ഫർദോ, അത് സാഹിലിനേക്കാൾ മുന്നേ ബേള പറയുന്നത് തന്നെയാണ്. അപ്പോൾ ബേളയ്ക്ക് 2 സംഭാഷണം നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. ദൂക്കാൻദാറിനൊരു സംഭാഷണം പഠിച്ചു. ബേട്ട സ്യാഹി കി ബോതൽ അഭി ഖാലി ഹോ ഗയി ഹേ അബുത്തോ കൽഹി മിൽ പായേഗി. അപ്പോൾ ദൂക്കാൻദാറിന് കൊടുത്തിട്ട് ആ സംഭാഷണം എഴുതാം. ഏക്ക് പൈൻ സ്യാഹി ഫർദോ എന്നുള്ളത് ബേള എന്ന് കൊടുത്തിട്ട് എഴുതാം. പിന്നീട് ദൂക്കാൻദാറിൻ്റെ സംഭാഷണം എഴുതാം. പിന്നീട് ബേളയുടെ സംഭാഷണം ഇത് എഴുതാം.
ബാദൽ കോ ദേഖ് കർ ഖടേ കോ നഹീൻ ഠുലാന ചാഹിയെ. ആ ഇൻവെർട്ടർ കോമയ്ക്ക് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ദുക്കാൻദാർ വീണ്ടും പറയാണ്. ബാദൽ കോ ദേഖ് കർ, മഴക്കോള് കണ്ടിട്ട്, ഖടേ കോ നഹീൻ ഠുലാന ചാഹിയെ, കുടം ചരിച്ച് കളയണ്ടായിരുന്നു. ഒരു പഴഞ്ചൊല്ല് അവിടെ പറയുകയാണ്. ദൂക്ക എന്ന് വെച്ചാൽ ഊഹിച്ച്, നമ്മൾ എന്തെങ്കിലും കാര്യം നടത്തുന്ന കാര്യം ചെയ്യാതെ ഊഹിച്ച് മുന്നേ ചെയ്യുമ്പോൾ പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. അതാണ് കടക്കാരൻ അവിടെ സൂചിപ്പിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണത്, കഹാവത്താണ്. ദൂക്കാൻവാല ഭയ്യാനെ കഹ അവർ പൂച്ച. ദൂക്കാൻവാല കടക്കാരനായ സഹോദരൻ പറഞ്ഞു. അതിനുശേഷം ചോദിച്ചു, കോൻസീമയും പഠിത്തേഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ ദൂക്കാൻദാറിൻ്റെ അടുത്ത സംഭാഷണമാണ്, കോൻസീമയും പഠിത്തേഹോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ചുവീമയും സാഹിലിനെ ഐസെ ബുരേ മനസ്സെ ബെദായ. പാഞ്ചുവീമയും, സാഹിലാണ് അവിടെ സംസാരിക്കുന്നത്. പാഞ്ചുവീമയും 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ഐസെ ബുരേ മനസ്സെ ബെദായ, സാഹിൽ മനസ്സും അടുത്ത് പറഞ്ഞു. ജൈസെ പാഞ്ചുവീമയും പഠിന പാമ്പുഹോ. സാഹിലിൻ്റെ സംസാരം കേട്ടാൽ, ആ ആൻസർ കേട്ടാൽ തോന്നും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപമാണെന്ന്. ദോനോ ദൂക്കാൻവാല ഭയ്യാനെ കഹ. വീണ്ടും ചോദിക്കുകയാണ്. ദോനോ, രണ്ടുപേരും. ദൂക്കാൻവാല കടക്കാരൻ ചോദിക്കുകയാണ്, രണ്ടുപേരും. ഹാം ദോനോം, അവർ ഹം ദോനോം കാ സെക്ഷൻ ഫി ഏക് ഹി ഹേ യേ. അതെ, ഞങ്ങൾ രണ്ടുപേരും. ഹം ദോനോ, ഞങ്ങൾ രണ്ടുപേരും. അവർ ഹം ദോനോം കാ സെക്ഷൻ ഫി ഏക് ഹി ഹേ യേ. ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ, ഡിവിഷനും ഒന്നാണ് യേ. അതാരാണ് സംസാരിക്കുന്നത്? ബേളയാണ്. ബേളാനെ ഐസെ ഖുശ് ഹോക്കർ ബദായ. ബേള സന്തോഷത്തോടു കൂടി പറഞ്ഞു. ബേളയുടെ സന്തോഷം നിറഞ്ഞ ഈ ആൻസർ കേട്ടാൽ, ജൈസെ ഏഹ് കൊയ് ബഹുത്ത് ബെഡി ബാത്ത് ഹോ, എന്തോ വലിയൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞതെന്ന് അവളുടെ സംഭാഷണം, അവളുടെ ആൻസറിലുള്ള ആ സന്തോഷം കേട്ടാൽ നമുക്ക് തോന്നും. ഇപ്പോൾ ബേളയുടെ സംഭാഷണമാണ് ഇവിടെ. ഹാം ദോനോം, അവർ ഹം ദോനോം കാ സെക്ഷൻ ഫി ഏക് ഹി ഹേ ഏക്. ഈ പാരഗ്രാഫുകളിൽ നമ്മൾ പഠിക്കുന്നത് സാഹിലും ബേളയും ഒരേ ക്ലാസ് റൂമിലിരിക്കുന്നതും അടുത്തടുത്തിരിക്കുന്നതും അവരുടെ പഠന രീതികളും ക്ലാസ് റൂമിൽ നടക്കുന്ന സംഭവങ്ങളുമാണ് പഠിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ക്ലാസ് മേ ദോനോ പാസ് ബൈഠത്തെ ഥേ. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരിക്കാറുണ്ടായിരുന്നത്. കോപ്പിമേം കാം കർത്തേത്തോ. കോപ്പി, നോട്ട്ബുക്കിൽ കാം കർത്തേത്തോ എഴുതുകയാണെങ്കിൽ ദോനോ കോപ്പിമേം കാം കർത്തേത്തേ, രണ്ടുപേരും നോട്ട്ബുക്കിൽ എഴുതുകയായിരിക്കും. കിതാബ് പഠിത്തേത്തോ, ടെസ്റ്റ് വായിക്കുകയാണെങ്കിൽ ദോനോ കിതാബ് പഠിത്തേ, രണ്ടുപേരും ടെസ്റ്റ് വായിക്കുകയായിരിക്കും. ബെൽക്കി എന്ന് അതുപോലെ പാഠ് ഫി ഏക് ഫി പഠിത്തേ, പാഠവും ഒരു പാഠം തന്നെയായിരിക്കും വായിക്കുന്നത്. ഒരേ ടെസ്റ്റായിരിക്കും വായിക്കുന്നത്, ഒരേ പാഠവുമായിരിക്കും ഇവർ വായിക്കുന്നത്. സാഹിൽ സാഹിൽ വായിക്കുകയാണ്, ഒരു ലൈൻ വായിക്കുകയാണ്. സാഹിൽ ചമക്കുടി സൻ സത്താവന്മയും വഹ് തൽവാർ പുരാനി ഥി പഠിത്താത്തോ. ബേളാഭി, ബേളയും ചമുക്കുടി സൻ സത്താവന്മയും വഹ് തൽവാർ പുരാനി ഥി. ഇപ്പോൾ സാഹിൽ ഒരു ലൈൻ വായിക്കുകയാണെങ്കിൽ അതേ ലൈൻ തന്നെയായിരിക്കും ബേളയും വായിക്കുന്നത്. നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർത്ത് നോക്കിയാൽ നമുക്കിതൊക്കെ ഓർമ്മ വരും. നമ്മളെല്ലാവരും ഇതുപോലെയായിരുന്നു, നമുക്ക് ഓർമ്മ വരും. സാഹിൽ വായിക്കുന്ന സെൻറ്റൻസ് നോക്കിയേ. ചമക്കുടി, തിളങ്ങി, സൻ സത്താവന്മയും 1957. വഹ് തൽവാർ പുരാനിധി, ആ വാള് പഴയത് തന്നെയായിരുന്നു. പഠിത്താത്തോ, ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ ബേളാഭി, ബേളയും ചമക്കുടി സൻ സത്താവന്മയും വഹ് തൽവാർ പുരാനിധി, ചമക്കുടി തിളങ്ങി 1957, ആ തൽവാർ വാള് പഴയത് തന്നെയായിരുന്നു. പഠിത്തീതി, വായിക്കുമായിരുന്നു. ഇപ്പോൾ ഒരേ മനസ്സോടു കൂടിയാണ് ഇവർ പഠിക്കുന്നതും എന്നതിൽ നിന്നും വ്യക്തമാണ്. ബഹൻജി പാനി പീനെ ചലി ജാവും. ബേള ചോദിക്കുകയാണ്, ബഹൻജി ടീച്ചറെ, പാനി പീനെ ചലി ജാവും, ഞാൻ വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. സാഹിൽ ഫി കഹത്ത, അപ്പോൾ സാഹിലും ചോദിക്കും, ബഹൻജി പാനി പീനെ ചല ജാവും, വെള്ളം കുടിക്കാൻ ഞാൻ പോയിക്കോട്ടെ.